കടലിൽ മീൻ പിടിക്കുകയായിരുന്ന ചില മീൻപിടുത്തക്കാർക്ക് ചെളിപുരണ്ട ഒരു തിളക്കമുള്ള വസ്തു കിട്ടി. അത് ഉപയോഗശൂന്യമാണെന്ന് കരുതി അവർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വർഷങ്ങൾക്കുശേഷം ഒരാൾ അതടുത്തെടുക്കുകയും അതൊരു സ്വർണമാണെന്നറിയാതെ തന്റെ വീടിന്റെ ഭിത്തിയിൽ പതിക്കുകയും ചെയ്തു. വർഷങ്ങൾക്കുശേഷം ഒരു സുന്ദരിയായ യുവതി രാജാവിനെ ഒരു നോക്ക് കാണാനായി അതേ മതിലിൽ കയറി. പെട്ടെന്ന് അവളുടെ കാൽ വഴുതി വീണു. അവൾ വീഴുമ്പോൾ ആ വസ്തു തിളങ്ങാൻ തുടങ്ങി. അവൾ അത് വീട്ടിലേക്ക് കൊണ്ടുപോയി വൃത്തിയാക്കി. അപ്പോൾ അതിൽ നിന്നൊരു പഴയ കുപ്പി പുറത്തുവന്നു. അടപ്പു തുറന്നയുടൻ വർണ്ണാഭമായ പുകമുറിയിൽ നിറയുകയും ഒരു ഭീമാകാരനായ ഭൂതം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഭയം കാരണം പെൺകുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ടു. അവൾക്ക് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഭൂതം പറഞ്ഞു, ഞാൻ നൂറ്റാണ്ടുകളായി ഈ കുപ്പിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. 3 ആഗ്രഹങ്ങൾ ചോദിച്ചാൽ ഞാൻ അവയെല്ലാം നിറവേറ്റി ഒടുവിൽ സ്വതന്ത്രനാകും. പെൺകുട്ടി അവളുടെ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് രാജകുമാരനെ വിവാഹം കഴിക്കണം. ഭൂതം അവൾക്കൊരു മാന്ത്രിക എണ്ണ നൽകി പറഞ്ഞു, ഇത് പുരട്ടുക, എല്ലാം തനിയെ സംഭവിക്കും. അന്ന് രാത്രി ഭൂതം അവളുടെ പേര് രാജകുമാരന്റെ ചെവിയിൽ മന്ത്രിച്ചു. നേരം പുലർന്നപ്പോഴേക്കും അവൾ രാജ്ഞിയായി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അവൾ രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു കുട്ടിയെ വേണം. ആ ആഗ്രഹം നിറവേറി. പക്ഷേ രാജ്ഞി ഇപ്പോൾ അഹങ്കാരിയായി മാറിയിരുന്നു. കൊട്ടാരത്തിലെ മറ്റ് രാജ്ഞിമാർക്ക് അവളോട് അസൂയയായി. രാജകുമാരന്റെ അമ്മാവനും അമ്മായിക്കും അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഗൂഢാലോചന നടത്തി ഒരു ദിവസം രാവിലെ രാജകുമാരനെ കൊല്ലിച്ചു. ഭൂതം ഇതറിഞ്ഞയുടൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നിന്റെ അവസാനത്തെ ആഗ്രഹം പറയൂ, ഞാൻ നിന്നെ രക്ഷിക്കാം. പക്ഷെ രാജ്ഞി പരിഭ്രാന്തയായി ഒരു ചാക്കിൽ കെട്ടി കടലിലേക്ക് എറിയപ്പെട്ടു. അവളെ രക്ഷിക്കാൻ ഭൂതം പാഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും അവൾ മുങ്ങിമരിച്ചിരുന്നു. അവസാനത്തെ ആഗ്രഹം നിറവേറ്റപ്പെടാത്തതുകൊണ്ട് ഭൂതം വീണ്ടും കുടുങ്ങിപ്പോയി. എല്ലാ ദിവസവും അവൻ കൊട്ടാരത്തിൽ അലഞ്ഞുതിരിഞ്ഞു. ആരെങ്കിലും തന്റെ കുപ്പി വീണ്ടും തുറക്കാനായി കാത്തിരുന്നു. ഒരു ദിവസം ഒരു കൊച്ചുകുട്ടി കുപ്പി സൂക്ഷിച്ചിരുന്ന 7ാമത്തെ ഇടനാഴിയിലെത്തി. അവനത് തുറക്കാൻ തുടങ്ങിയപ്പോൾ അവന്റെ അമ്മ വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. വർഷങ്ങൾ കടന്നുപോയി. അവന്റെ ഇളയ സഹോദരൻ രാജാവായി. ഒരു ദിവസം കൊട്ടാരത്തിൽ കുളിക്കുകയായിരുന്ന തടിച്ച ഒരു പെൺകുട്ടി കാൽ വഴുതി വീണു. തറ തകർന്ന് ഭൂതത്തിന്റെ കുപ്പി വീണ്ടും തുറന്നു. ഭൂതം പുറത്തുവന്ന് പറഞ്ഞു, 3 ആഗ്രഹങ്ങൾ ചോദിച്ച് എന്നെ സ്വതന്ത്രനാക്കൂ. പക്ഷേ ആ പെൺകുട്ടിക്ക് ദേഷ്യം കൂടുതലായിരുന്നു. ഇതെല്ലാം നുണയാണെന്ന് അവൾ കരുതി. അവൾ ഭൂതത്തെ വീണ്ടും കുപ്പിയിലടച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഭൂതം വീണ്ടും കുടുങ്ങിപ്പോയി.